പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും സ്വായത്തമാക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെപ്പറ്റി അല്പമായി ചിന്തിക്കാമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഒന്നാമതായി, സഹനത്തിലൂടെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞു. ഗബ്രിയേൽ മാലാഖയുടെ ദൂത് ശ്രവിച്ച നിമിഷം മുതൽ തൻ്റെ ദൗത്യം എന്താണെന്നും ആ ദൗത്യം എങ്ങനെ നിറവേറ്റണമെന്നും ആയിരുന്നു പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഹൃദയത്തിൽ ഉരുവായ ചിന്ത. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ ബാലികയുടെ ഓരോ നിമിഷവും അതിനുവേണ്ടി വേർതിരിച്ച് അല്പം പോലും ശേഷിപ്പിക്കാതെ മുഴുവനായി ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. തനിക്ക് സ്വന്തമായ അഭിപ്രായങ്ങളോ എന്തായി തീരും എന്ന ചിന്തയോ ഇല്ലാത്ത ഒരു ജീവിതം, പരിപൂർണമായ വിട്ടുകൊടുക്കൽ. ദേവാലയത്തിലേക്ക് യേശുക്കുഞ്ഞിനെ കൈകളിലേന്തി കടന്നു ചെല്ലുമ്പോൾ വൃദ്ധനായ ശിമയോന്റെ വാക്കുകൾ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും. പിന്നീടുള്ള നിമിഷങ്ങൾ ഓരോന്നും ഹൃദയം പിളരുന്ന വാളിനെ ഉൾക്കൊള്ളുവാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇതിലൂടെയാണ് തൻ്റെ ദൗത്യം നിറവേറ്റേണ്ടതെന്ന് പരിശുദ്ധ ദൈവമാതാവ് നിശ്ചയിച്ച് ഉറപ്പിച്ചു. ഈ വാള് മാറിക്കിട്ടുവാൻ അമ്മ ഒരിക്കലും ആഗ്രഹിച്ചില്ല, അതിനായി പ്രാർത്ഥിച്ചതുമില്ല. നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റ് പിടയുന്ന പുത്രൻ, മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ ഓമന മകൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരണമെന്നോ പീഡകളിൽ നിന്ന് മാറണമെന്നോ അമ്മ ആഗ്രഹിച്ചില്ല. മറിച്ച് പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇടയാകണം എന്ന് മാത്രമാണ് അമ്മ ആഗ്രഹിച്ചത്. തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ ഇടയാകണമെന്ന് അമ്മ ആഗ്രഹിച്ചു. ഹൃദയം പിളരുന്ന സമയത്തും അമ്മ പ്രാർത്ഥിച്ചത് മോൻ്റെ ദൗത്യം പൂർത്തിയാകണമെന്നാണ്. കാരണം ഈ ബലിയിലൂടെ മാത്രമേ മരിച്ച അവസ്ഥയിൽ നിന്നും മനുഷ്യവർഗത്തിന് ഒരു ഉയർപ്പ്, ഒരു നിത്യജീവൻ സാധ്യമാകൂ എന്ന് അമ്മ തിരിച്ചറിഞ്ഞു. കുഴിയിൽ വീണ കുഞ്ഞാടിൻ്റെ ദയനീയമായ തേങ്ങലായിരുന്നു ആ കാതിൽ പതിച്ചിരുന്നത്. നമ്മുടെ കഷ്ടതകൾ, നാം നേരിടുന്ന പ്രയാസങ്ങൾ, അത് മറ്റുള്ളവരുടെ വേദനകൾക്ക് അല്പം ആശ്വാസം പകരുന്നതാണെങ്കിൽ അതിനെ വേണ്ടെന്ന് വെക്കാതെ, തട്ടി മാറ്റിക്കളയാതെ സഹിക്കുവാനിടയായാൽ അത് ദൈവം ഏൽപ്പിച്ച ദൗത്യമാണെന്ന് തിരിച്ചറിയുക. പ്രതിസന്ധികൾ എന്നെ ശുദ്ധീകരിക്കുവാൻ ഉതകുന്നവ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഇറങ്ങിത്തിരിക്കുക. ഞാൻ, എനിക്ക്, ഈ ചിന്തകളെ ദൂരേക്ക് വലിച്ചെറിയുക. ഇതാണ് പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് സ്വന്തമാക്കേണ്ട സംഗതികൾ. രണ്ടാമതായി, ഞാനും എനിക്കുള്ളതും ദൈവദാനമാണ്. തൻ്റെ കൈകളിൽ താലോലിക്കുന്ന, തൻ്റെ സ്തനങ്ങളിൽ നിന്നും പാൽ നുകരുന്ന കുഞ്ഞ് എൻ്റേതല്ല, മറിച്ച് ദൈവം എൻ്റെ കൈകളിലേക്ക് വച്ചു തന്നതാണ്. സ്നേഹിക്കുവാൻ, പരിപാലിക്കുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് വളർത്തുവാൻ ഈ ചിന്ത പരിശുദ്ധ അമ്മയെ ഭരിച്ചിരുന്നു. പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടുന്ന കുഞ്ഞിനെ പിതാവിന് സമർപ്പിക്കുവാൻ തയ്യാറാക്കി. അമ്മയുടെ മടിത്തട്ടായിരുന്നു കുഞ്ഞിൻ്റെ പരിശീലന കലര്. 12 വയസ്സായപ്പോഴേക്കും ഒരു യഹൂദ ബാലൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പാഠങ്ങളും ഹൃദയസ്ഥമാക്കി. പിതാവിനെയും പിതാവിൻ്റെ ആലയത്തെയും അതാണ് തൻ്റെ അഭയസ്ഥാനമെന്നും തിരിച്ചറിഞ്ഞു. തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതുവരെയും ആ ശിക്ഷണത്തിൽ തന്നെ കഴിഞ്ഞു. ഒരമ്മ തൻ്റെ ദൗത്യം പാലിച്ചപ്പോൾ മകൻ തൻ്റെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞു. ഒരമ്മയുടെ മടിത്തട്ടാണ് കുഞ്ഞിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് അമ്മ കാണിച്ചു തന്നു. അമ്മ ദേവാലയത്തിൽ വളർന്നാൽ, പ്രാർത്ഥനാ ജീവിതം നയിച്ചാൽ കുഞ്ഞുങ്ങൾ പിതാവിനുള്ളതിൽ എത്തിച്ചേരുമെന്ന് അമ്മയിൽ നിന്നും നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. മൂന്നാമതായി, സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിട്ടു. പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്രയിൽ നേരിട്ട നിന്ദനങ്ങളും പരിഹാസങ്ങളും. പിതാവില്ലാത്ത കുഞ്ഞിൻ്റെ അമ്മ, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവൾ, മകൻ പാവികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതൻ, ഭ്രാന്തൻ, ഭോജനപ്രിയൻ, വീഞ്ഞു കുടിച്ച് നടക്കുന്നവൻ, മുക്കുവരുടെ സ്നേഹിതൻ. എല്ലാം കേട്ടിട്ടും തകർന്നില്ല ആ ഹൃദയം. അമ്മയ്ക്കറിയാം അമ്മയുടെ മകൻ ആരാണെന്നും എന്തിനു വന്നു എന്നും. ആരോടും പരിഭവമില്ല, പരാതിയുമില്ല. ഒന്നു മാത്രം ചിന്ത, ദൈവഹിതം നിറവേറണം, അപ്പ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൈവിട്ടു പോകുന്നെങ്കിൽ തിരിച്ചറിയുക, സമർപ്പണം പൂർത്തിയായിട്ടില്ല.
സ്വയം ഏൽപ്പിച്ചിട്ടില്ല. ആരോ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചുപോയി. തന്നവനേക്കാൾ കിട്ടിയതിനെ സ്നേഹിച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി. ലക്ഷ്യമില്ലാത്ത പ്രതീക്ഷകൾ. തിരുത്താൻ വന്നവരെ കൈക്കൊണ്ടില്ല. ശ്രദ്ധിച്ചാൽ നല്ലതെന്ന് താക്കീത് ചെയ്തവരെ ആട്ടി ഓടിച്ചു. എനിക്കറിയാം, എന്നെ ആരും ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞ് വിട്ടു. കൈപിടിച്ച് നടത്താമായിരുന്നു നല്ല പാതയിലേക്ക്. ലക്ഷ്യം തെറ്റാൻ എല്ലാം കാരണമായി. ഒരു നിമിഷം ഒന്നും നഷ്ടമായിട്ടില്ല. ഇനിയുണ്ട് തിരിച്ചുവരവിന് ഒരവസരം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സമർപ്പിക്കാം എന്നെയും എനിക്കുള്ളതിനെയും. അതിനുള്ള സമയമായി തീരട്ടെ പരിശുദ്ധമായ ഈ 15 നോമ്പ്. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.